അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ ഏറിയ ഭാഗവും കഴിഞ്ഞുപോയ ഈ ഒരു സന്ദർഭത്തിൽ വളരെ കുറച്ചു മാത്രം അവശേഷിക്കുന്ന ഈ ഒരു സമയത്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാൻ, സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് കൂടുതൽ നടന്നെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന, സ്വർഗലബ്ധി ലഭിക്കുന്ന ഈ റമളാനിൽ സ്വർഗം കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കെല്ലാം പരിചയമുള്ളതാണ്. എങ്കിലും അതിൻ്റെ ശരിയായ സുന്നത്തായ രൂപം എങ്ങനെ എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമുക്കൊക്കെ അറിയാം, മറ്റ് നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റുകൂഉം സുജൂദുമൊന്നും ഇല്ലാത്ത ഒരു നമസ്കാരമാണ് മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത്. അതിൽ തക്ബീറുകളാണ് റക്അത്തുകളുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 തക്ബീർ മുതൽ 9 തക്ബീറുകൾ വരെ നിർവഹിച്ചതായിട്ട്, ജനാസ നമസ്കാരത്തിൽ നിർവഹിച്ചതായിട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നജ്ജാശി രാജാവിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചപ്പോൾ 4 തക്ബീറായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മറ്റു ചില സന്ദർഭങ്ങളിൽ 5 തക്ബീറും 6ഉം 7ഉം 8ഉം 9ഉം ഒക്കെ തക്ബീറുകൾ നിർവഹിച്ച് അതിൽ ഓരോന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അതിനുശേഷം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞ് ബാക്കിയുള്ള തക്ബീറുകൾക്ക് ശേഷം, അത് 4 തക്ബീറാണെങ്കിലും 5 തക്ബീറാണെങ്കിലും 6 തക്ബീറുകളാണ് എങ്കിലുമൊക്കെ നമുക്ക് അതിനുശേഷം പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പുണ്യമാക്കിയതാണ്. നമ്മൾ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നത് തന്നെ ആ ഒരു പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടുള്ളത്. മയ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മയ്യത്ത് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അത് നിർവഹിക്കുന്ന ഏറ്റവും ശരിയായ രൂപം എന്ന് പറയുന്നത് ശുദ്ധിയോടുകൂടി, വുളുവെടുത്ത് ശുദ്ധിയോടുകൂടി മയ്യത്തിന്റെ ഇമാമിന്റെ കൂടെ നിന്നിട്ട്, ഇമാമാണ് എങ്കിലും മഅ്മൂമാണെങ്കിലും ചെയ്യേണ്ടത് തക്ബീർ ചൊല്ലിക്കൊണ്ട്, സാധാരണ നമസ്കാരത്തിന് തക്ബീർ ചൊല്ലുന്നത് പോലെ തക്ബീർ കൈകൾ ഉയർത്തിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് നെഞ്ചിൽ കൈകൾ വെക്കുക. നമ്മൾ സാധാരണ കൈ കെട്ടുന്നത് പോലെ തന്നെ നെഞ്ചിൽ കൈകൾ വെക്കുക എന്നതാണ്. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നത് ചില പണ്ഡിതന്മാരൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാം, അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അധിക സ്ഥലങ്ങളിലും സൂറത്തുൽ ഫാത്തിഹ തന്നെ ചൊല്ലാനുള്ള സമയമേ ഇമാമുകൾ നൽകാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ തന്നെ നമ്മൾ മഅ്മൂമുകളായി നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് ചൊല്ലുക എന്നത് തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഫാത്തിഹ ചൊല്ലാനുള്ള സമയം ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹയാണ് ചൊല്ലേണ്ടുന്നത്. അത് പതുക്കെയാണ് പാരായണം ചെയ്യേണ്ടത്. വേണമെങ്കിൽ പിറകിലുള്ള ആളുകൾക്ക്, പലർക്കും മയ്യത്ത് നമസ്കാരം അറിയില്ല, അതിലുള്ള പ്രാർത്ഥനകൾ അറിയില്ല, അങ്ങനെ ഒരു ചടങ്ങായിട്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് പിറകിലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇമാമ് ഇടക്കൊക്കെ ഒന്ന് ശബ്ദം ഉയർത്തിയിട്ട്, ഇപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രൂപത്തിൽ ആ ഹംദ് ഏതെങ്കിലും ചില വാക്കുകളൊക്കെ കുറച്ചൊന്ന് ശബ്ദത്തിൽ ചൊല്ലിക്കൊണ്ട് പിറകിലുള്ളവർക്ക് ചൊല്ലുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ ചൊല്ലുന്നത് നല്ലതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ്. ത്വൽഹത്ത് ബിനു അബ്ദുല്ലാഹി ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സ്വല്ലൈതു ഖൽഫ ബിൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹു അലാ ജനാസത്തിൻ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ നിന്ന് ഞാനൊരു ജനാസ നമസ്കരിക്കുകയുണ്ടായി. ഫഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്, അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു. അതിനുശേഷം വേറെ ഒരു ചെറിയ സൂറത്തും പാരായണം ചെയ്തു. അപ്പൊ ഇമാമായി നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് വജഹറ, അദ്ദേഹം അത് ഇടക്ക് ശബ്ദമുയർത്തിയിട്ടും അദ്ദേഹം ചൊല്ലി, ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ എന്നാണ്. അപ്പോ സാധാരണ മഗ്രിബിനും ഇശാഇനുമൊക്കെ വളരെ ഉറക്കത്തിൽ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെയല്ല, പിറകിലുള്ള ആളുകൾ ഒന്ന് കേൾക്കുന്ന രൂപത്തിലുള്ള ഒരു ഓത്ത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതല്ലാതെ വലിയ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നല്ല. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഇമാമാകട്ടെ മഅ്മൂമാകട്ടെ എല്ലാവരും ചെയ്യേണ്ടതാണ് മയ്യിത്ത് നമസ്കാരത്തിലെ സൂറത്തുൽ ഫാത്തിഹ പാരായണം എന്ന് പറയുന്നത്. എല്ലാവരും അത് ചൊല്ലേണ്ടുന്നതുണ്ട്. അതിനുശേഷമാണ് രണ്ടാമത് ഒന്നുകൂടി തക്ബീർ ചൊല്ലുക. അങ്ങനെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ തക്ബീറിന്റെ സന്ദർഭത്തിൽ കൈകൾ ഉയർത്തണോ വേണ്ടേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉയർത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമസ്കാരത്തിലെ തക്ബീറുകളെ പോലെ തന്നെയാണ് ഇതും എന്നതുകൊണ്ട് പല പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് രണ്ടാമതും തക്ബീർ ചൊല്ലിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അതിന് പ്രത്യേകമായൊരു രൂപമൊന്നും മയ്യിത്ത് നമസ്കാരത്തിലെ സ്വലാത്തിന് വന്നിട്ടില്ല എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള എല്ലാ സ്വലാത്തുകളും നമുക്ക് ചൊല്ലാവുന്നതാണ്. പ്രത്യേകിച്ച് ഇബ്രാഹിമി സ്വലാത്ത്, ആ സ്വലാത്ത് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് നേർക്കുനേരെ പഠിപ്പിച്ചു തന്ന ഒരു രൂപമാണത്. അതുകൊണ്ട് അതാണ് ചൊല്ലാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും തക്ബീർ ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുക. അതാണ് മയ്യത്ത് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മയ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരാൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, മയ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ നബി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യഗ്ഫിർ ലഹു, അല്ലാഹുവേ നീ ഇദ്ദേഹത്തിന് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ യഗ്ഫിർ ലഹു. അപ്പൊ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനയുണ്ട്. നബി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും നബി പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുമുള്ള പ്രാർത്ഥനകൾ ഉണ്ടല്ലോ. ആ പ്രാർത്ഥനകൾ തന്നെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥന. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മയ്യത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ കഴിയും. ചില നബിയുടെ തൊട്ട് പിറകിൽ നിൽക്കുന്ന ആളുകൾ ആ മയ്യത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കേട്ടത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോ നമുക്കും വേണമെങ്കിൽ അയാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ പ്രാർത്ഥന അറബി അറിയുന്ന ആളുകളൊക്കെ അറബിയിൽ തന്നെ പ്രാർത്ഥിക്കുക. ഇനി അറബി അറിയാത്ത, ഈ പ്രാർത്ഥന മനപ്പാടമില്ലാത്ത ഒരാളുണ്ട് എങ്കിൽ അയാൾക്ക് ആത്മാർത്ഥമായി ആ മയ്യത്തിന് വേണ്ടി മലയാളത്തിൽ മറ്റു ഭാഷയിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം പ്രാർത്ഥനകൾ പഠിച്ചു വെക്കുക എന്നതാണ്. ഇനി ഒരാൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അദ്ദേഹം മയ്യത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നല്ല. അദ്ദേഹം മയ്യത്ത് നമസ്കരിക്കണം. ഫാത്തിഹ എല്ലാവർക്കും അറിയുമല്ലോ, സ്വലാത്ത് എല്ലാവർക്കും അറിയുമല്ലോ. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനല്ലേ അറിയില്ലാത്തതുള്ളൂ. അത് മലയാളത്തിലും മറ്റു ഭാഷകളിലുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ നബിയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആ പ്രാർത്ഥന അതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസഗീരിന വകബീരിന വദകരിന വഅൻസാന അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان اللهم لا تحرمنا أجره ولا تفتنا بعده واغفر لنا وله എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നമുക്കൊരു പ്രാർത്ഥന മൂന്നാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കാം, മറ്റൊന്ന് നാലാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കാം. ഇതല്ലാത്ത വേറെ പ്രാർത്ഥനകൾ ഉണ്ട് എങ്കിൽ ആ പ്രാർത്ഥനകളും നമുക്ക് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക, ഈ പ്രാർത്ഥന പഠിച്ചു വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉത്തമം. ഇനി അത് പഠിക്കാത്ത ഒരാളുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലൈതും അലൽ മയ്യിത്തി, നിങ്ങൾ ഒരു മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, നമസ്കരിക്കുകയാണ് എങ്കിൽ, ഫഅഖ്ലിസൂ ലഹു അദ്ദുആ, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഫഅഖ്ലിസൂ ലഹു അദ്ദുആ, ആത്മാർത്ഥമായി നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. പിന്നീട് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇപ്പൊ 4 തക്ബീറുകൾ, റക്കായത്തുകളല്ല, 4 തക്ബീറുകൾ കഴിഞ്ഞു. ആ 4 തക്ബീറുകൾക്ക് ശേഷം നമുക്ക് സലാം വീട്ടാം. ഈ പ്രാർത്ഥന കൂടി ചൊല്ലിക്കൊണ്ട് 4ാമത്തെ തക്ബീർ ചൊല്ലിയിട്ടും പ്രാർത്ഥന ചൊല്ലിയിട്ട് എന്ത് ചെയ്താൽ മതി? സലാം വീട്ടിയാൽ മതി. ഇനി വേണമെങ്കിൽ ഒരു ഇമാമിന് ഒരു തക്ബീർ കൂടി നിർവഹിച്ച് ഒരു പ്രാർത്ഥന കൂടി ചൊല്ലിയിട്ട് വേണമെങ്കിൽ സലാം വീട്ടാം. വേണമെങ്കിൽ ഒന്നുകൂടി അധികരിപ്പിച്ച് അങ്ങനെ 9 തക്ബീറുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കാരത്തിൽ ചൊല്ലുകയും തക്ബീറുകൾ ചൊല്ലുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും നല്ലത് ഒരിക്കൽ 4, ഒരിക്കൽ 5, ഒരിക്കൽ 6 എന്ന നിലക്കൊക്കെ ആകുന്നതാണ്. ഇനി ഇപ്പൊ നമ്മുടെ പിറകിലുള്ള ആളുകൾ ഇതൊന്നും ഉൾക്കൊള്ളാത്തവരും ഇതൊന്നും മനസ്സിലായിട്ടില്ലാത്തവരുമാണ് എങ്കിൽ അവർക്കൊരു ആശയക്കുഴപ്പമില്ലാതിരിക്കാൻ എന്നും ഒരേ രൂപത്തിൽ തന്നെ 4 ആണെങ്കിൽ 4 തന്നെ ആകുന്നതും മതി. അതിനുശേഷം 2 ഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടുക. ഇപ്പൊ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് മയ്യത്ത് നിസ്കാരത്തിലേക്ക് മാത്രമായിട്ടുള്ളതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെയല്ല, മയ്യത്ത് നമസ്കാരത്തിലേക്ക് പ്രത്യേകമായി ഒരു സലാം വീട്ടുന്ന രൂപം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഒക്കെ സാധാരണ നമസ്കാരത്തിലുള്ള സലാം വീട്ടലിന്റെ രൂപമാണ്. അതിൽ വബറകാതുഹു എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ നമസ്കാരത്തിന്റെ സമയത്ത് തന്നെ വേണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാവുന്നതാണ്. അതേ രൂപത്തിൽ നമുക്ക് മയ്യത്ത് നമസ്കാരത്തിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം. പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇത് മയ്യത്ത് നമസ്കാരത്തിന് മാത്രമുള്ളതാണ് ഒരു വബറകാതുഹു എന്നുള്ള അധികരിപ്പിക്കുക. ചില ആളുകളൊക്കെ വബറകാതുഹു എന്നുള്ളത് അത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ബിദ്അത്താണ് എന്നും മനസ്സിലാക്കിയ ആളുകളുണ്ട്. അതല്ല, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അത് മയ്യത്ത് നമസ്കാരത്തിൽ മാത്രമല്ല, എല്ലാ നമസ്കാരത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തേക്ക് മാത്രം സലാം വീട്ടിയിട്ടുണ്ടായിരുന്നു. വലതു ഭാഗത്തേക്ക് മാത്രം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അല്ലെങ്കിൽ വബറകാതുഹു എന്ന് കൂട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം സലാം വീട്ടിയ രംഗങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തേക്കും സലാം വീട്ടാം, 2 ഭാഗത്തേക്കും സലാം വീട്ടാം. ചില ആളുകൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ മയ്യത്ത് നിസ്കാരത്തിൽ സലാം വീട്ടലുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അത് ശരിയല്ല. 2 ഭാഗത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ, ചില മുൻഗാമികളായ താബിഈ പണ്ഡിതന്മാരൊക്കെ ആളുകൾ ഒഴിവാക്കിയ പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്വഹാബിമാരിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് 2 ഭാഗത്തേക്കും സലാം വീട്ടുക എന്ന് പറയുന്നത് എന്ന. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇതാണ് മയ്യത്ത് നമസ്കാരത്തിലെ സുന്നത്തായ ശരിയായ ഒരു രൂപം എന്ന് പറയുന്നത്. ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഇതിലുള്ള അബദ്ധങ്ങളും അപാകതകളും നമ്മൾ മനസ്സിലാക്കിയെടുത്തുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു